3 വട്ടം ട്രൈ ചെയ്തേ. മൂന്നാമത്തെ വട്ടം എനിക്ക് ആക്ച്വലി 10, 20 അങ്ങനെ മാർക്ക് പോയത്. ലിസണിങ് റീഡിംഗ് ആണ് എനിക്ക് എപ്പോഴും പോകുന്നത്. ഞാൻ ആക്ച്വലി മാമിന്റെ ക്ലാസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അല്ലാതെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ പ്രസന്റ്ലി യുകെയിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഉള്ള ആ ടൈം മാത്രമാണ് കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് മനസ്സിലായി. പിന്നെ മാം പറയുന്ന എല്ലാം അപ്ലൈ ചെയ്ത് പഠിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ കിട്ടുന്ന ആ ക്ലാസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. ആ റീഡിങ്ങിന്റെ മാം പറയുന്ന ടെക്നിക്ക് ഇല്ലേ, അത് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് പറയുന്നത്, മാം ഓരോ വാക്കും അർത്ഥം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഭയങ്കര കൃത്യമായിട്ട്. ഞാൻ അതിന് മുന്നേ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. പക്ഷെ അവരുടെ എന്ന് വെച്ചാൽ അവർ നമുക്കൊരു മെറ്റീരിയൽ തരും, എന്നിട്ട് നമ്മുടെ അടുത്ത് നോക്കാൻ പറയും, എന്നിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവർ ആൻസർ താരതമ്യം ചെയ്ത് അതിന്റെ അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ മാം അങ്ങനെയല്ല, ഓരോ പാരഗ്രാഫും വായിച്ച് വായിച്ച് പറഞ്ഞതിന് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് മാം ആണെങ്കിൽ ഉള്ള ആ ടൈമിൽ ഉള്ള ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻ ഉള്ളത് നല്ല തറോ ആയിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എങ്ങനെ ചെയ്യണം എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി റീഡിങ്ങില്. ലിസണിങ്ങിലും അതെ. പക്ഷെ എനിക്ക് റീഡിംഗ് ആയിരുന്നു അന്ന് തൊട്ട് പാട്, പ്രത്യേകിച്ചും പാർട്ട് സി. ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തതെന്ന്. ജെസ്സി എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചി ഞാൻ എക്സാം എഴുതി, അപ്പൊ ചേച്ചിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ചേച്ചി പറഞ്ഞു, ഒരു ക്ലാസ് മാമിന്റെ കണ്ടപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. അല്ല, നന്നായിട്ട് മനസ്സിലാവും, ഒരു ഡൗട്ടിന്റെ കാര്യമില്ല ആർക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്ന് ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ ഉറപ്പാണ്, ഒന്നും പേടിക്കണ്ട. ഞാൻ അതുപോലും ചെയ്തിട്ടില്ല സത്യത്തിൽ. പിന്നെ സത്യത്തിൽ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് അങ്ങനെ പാടായിട്ട് ഓൾറെഡി തോന്നിയിട്ടില്ല. ഞാൻ അവിടെ വെച്ച് ആദ്യം തൊട്ട് എഴുതുമ്പോഴേ എനിക്ക് അത് രണ്ടും കിട്ടുമായിരുന്നു. ഇത് ലിസണിങ് റീഡിങ് എനിക്ക് എപ്പോഴും 10, 20 മാർക്കിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ലിസണിങ് റീഡിങ്ങും എനിക്കാണെങ്കിൽ 330 റീഡിങ്, 320 ലിസണിങ്, അങ്ങനെയായിരുന്നു ഒരു വട്ടം. അത് കഴിഞ്ഞ് അതിന് ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്തു, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന ശേഷമല്ല, ഇതിന് മുമ്പത്തെ വട്ടം. സെക്കൻഡ് ടൈമിൽ അങ്ങനെ തന്നെ, അതായത് ഒരു 10-20 മാർക്കിലൊക്കെയാണ് പോയത്. ഈ പ്രാവശ്യം എനിക്ക് 350 and 360 ലിസണിങ് റീഡിങ്. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ സ്കോർ മാർക്ക് കിട്ടിയെങ്കിൽ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ പഠിച്ചിരുന്നെങ്കിൽ. ഓക്കെ. ക്ലാസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് തോന്നിയ ഡിഫറൻസ്, എനിക്ക് നേരത്തെ ആണെങ്കിൽ പോലും 4 ക്വസ്റ്റ്യനിൽ എടുക്കുമ്പോൾ 2 എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നേരത്തെ ആണെങ്കിൽ 2 എനിക്ക് എപ്പോഴും ഡൗട്ട് വരുന്നത്. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ആ 2 കറക്റ്റ് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ മാം പറഞ്ഞു തരുന്ന രീതികളില്ലേ, മാം പറഞ്ഞു തരത്തില്ലേ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന പോലെ അപ്രോച്ച് ചെയ്യണം, ഇല്ല ജനറൽ ക്വസ്റ്റ്യൻ, അല്ലെ പർപ്പസ് ക്വസ്റ്റ്യൻ, അങ്ങനെ ഓരോ കാര്യങ്ങളും മാം ഈച്ച് ആൻഡ് എവരിതിങ് മാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മെത്തേഡിൽ നോക്കുമ്പോൾ ഇത് എനിക്ക് ഈ 2 നിന്ന് കറക്റ്റ് ആൻസർ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രശ്നം മൊത്തം പാർട്ട് സി ആയിരുന്നു. പാർട്ട് സിയിൽ അതിന് മുമ്പ് എനിക്കിപ്പം 16 ക്വസ്റ്റ്യനിൽ ഒരു 8 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ചെയ്യുമ്പോഴൊക്കെ എനിക്കാണെങ്കിൽ ഒരു 2-3 എനിക്ക് പോകുന്നുള്ളായിരുന്നു. അതായത് ക്ലാസ്സിന് മുമ്പ് എനിക്കൊരു 8 നമുക്ക് 16 8 കിട്ടത്തുള്ളൂ. പക്ഷെ ക്ലാസ്സിന് ശേഷം എനിക്കൊരു 16 ഒരു 13 ആ ഒരു സ്കോറിലോട്ട് പോയിട്ടുണ്ട് എന്റേത്. ക്ലാസ്സിൽ ഹെൽപ്പ് ചെയ്തത് മാം പറയത്തില്ലേ, എന്താ പറയുന്നത്, ഓരോ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറയത്തില്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വായിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഞാൻ ചെയ്തത് മാമിന്റെ ആ രീതികളും ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മാം പറഞ്ഞ പോലെ ജനറൽ ആണ്, സ്പെസിഫിക് ആണ്. പിന്നെ മാം പറയുന്ന പോലെ ഫുഡ്, ഷുഡ്, അങ്ങനത്തെ വാക്കുകള്. പിന്നെ ചില ക്വസ്റ്റ്യനിലൊക്കെ ഇവര് ലിറ്റിൽ, നെവർ, എവർ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളെ ഇവര് കൺഫ്യൂസ് ആക്കുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് കുറെ കാര്യങ്ങള് തോന്നിയിട്ടുണ്ട് മാം പറയുന്നതിൽ നിന്നും. അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അധികം വൊക്കാബുലറി ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ യുകെയിലാണെങ്കിൽ പോലും എനിക്ക് സത്യമായിട്ട് പറഞ്ഞാൽ നോർമലായിട്ടുള്ളത് ഓക്കെയാണ്. പക്ഷെ എനിക്ക് അധികം വൊക്കാബുലറി ഇപ്പോഴും അറിയില്ല. പക്ഷെ എനിക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഒരു ഐഡിയ എനിക്ക് മനസ്സിലാകാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം, നേരത്തെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അതിന്റെ ആ മീനിങ്ങിൽ ഒരു കൺഫ്യൂഷൻ വരും ചില കാര്യങ്ങളിലൊക്കെ. പക്ഷെ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് അങ്ങനെ ആ 4 ആൻസറിൽ ഞാൻ പറഞ്ഞില്ലേ 2 ആൻസറാണ് എന്റെ പ്രശ്നം. ആ 2 പക്ഷെ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത
പിന്നെ എനിക്ക് അങ്ങനെ ഡൗട്ട് വരാറില്ല. ഈ മാമിന്റെ ക്ലാസ്സിന് ശേഷമാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് എന്നുള്ളത്. ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റി. ആ മെത്തേഡ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അത് പണ്ട് നേരത്തെ ചെയ്തതിലും മാം പറഞ്ഞ മെത്തേഡ് അപ്രോച്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്താണേലും പറയുന്നതിന് മുമ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പക്ഷെ ഞാൻ കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന ഞാനിപ്പോ അത് 4ാമത്തെ വട്ടമാണല്ലോ. പാർട്ട് സി എടുക്കുകയാണെങ്കിൽ മാം 8 ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു ദിവസം എടുക്കുന്നത്. പക്ഷെ എനിക്ക് അതാണ് ഏറ്റവും ഇതായിട്ട് തോന്നിയത്, എഫക്റ്റീവായിട്ട് തോന്നിയത്. അതായത് ആ 8 ക്വസ്റ്റ്യന് ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നി. അത് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അതിന് ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഓപ്ഷൻ വായിച്ച് പ്ലസ് പാരഗ്രാഫിലോട്ട് പോയിട്ട് അതിലെ ഓരോ സെന്റൻസും വായിച്ചിട്ട് മാം അർത്ഥം പറയുന്നുണ്ട്. പക്ഷെ മാം പറയുന്നില്ല നമ്മുടെ അടുത്ത് അതേപോലെ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കാൻ മാം പറയുന്നത്. പക്ഷെ മാം പറഞ്ഞു തരുന്ന രീതിയിൽ ആ ഇരിക്കുന്ന ക്ലാസ്സിൽ നന്നായിട്ട് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ അതാണ് ഏറ്റവും എഫക്റ്റീവ്. ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്റെ ഒരു ചേച്ചിയാണ് ആദ്യം ഇവിടുത്തെ കാര്യം പറഞ്ഞു തന്നത്. പക്ഷെ ചേച്ചി കയറിയില്ലായിരുന്നു. പക്ഷെ ചേച്ചി ഇപ്പോൾ ഓൾറെഡി കയറിയിട്ടുണ്ട്. ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, ഇനി ആരെങ്കിലും എക്സാം പാസ്സാകാൻ ബുദ്ധിമുട്ടായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മാമിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഞാൻ 2-3 പേരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ മാം എനിക്ക് അയച്ചു തന്ന എല്ലാ മെറ്റീരിയൽ പോലും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എടുക്കാനും പ്രിന്റ് എടുക്കാനും കുറച്ചൊക്കെ ഞാൻ എടുത്തു. ഫുള്ളൊന്നും എടുക്കാനോ അങ്ങനെയൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. സത്യമായിട്ട് എൻ്റെ ആ ക്ലാസ് ആണ് എന്നെ സഹായിച്ചത്. ക്ലാസ് ഞാൻ ഉള്ള സമയം ഞാൻ നന്നായിട്ട് ഇരിക്കുന്ന സമയം ഞാൻ ഇതായിട്ട് ഇരിക്കുമായിരുന്നു. മാമിന്റെ ഒരു പ്രത്യേകത അതാണ്, കുറച്ച് സ്റ്റുഡൻസിനെ മാം എടുക്കുന്നുള്ളൂ. എന്നിട്ട് ആ എടുക്കുന്ന സ്റ്റുഡൻസിനെ നന്നായിട്ട് പഠിപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ മാം പറയുന്നതല്ല എനിക്ക് മനസ്സിലാവാൻ, എനിക്ക് അധികം ഡൗട്ട്സ് വരാറില്ലായിരുന്നു കേട്ടോ. എനിക്ക് പറയുന്നതെല്ലാം നന്നായിട്ട് മനസ്സിലാവും.